ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നിവിടെ കൊള്ളി കൊണ്ടൊരു ഇഷ്ടു കറി തയ്യാറാക്കാം. അപ്പോൾ ഇന്നലത്തെ നമ്മൾ കൊള്ളി പുഴുങ്ങിയതിൽ ബാക്കി കൊള്ളി ഇരുന്നിരുന്നു. അപ്പോൾ ഞാനതൊക്കെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കുക്കർ വെച്ചിട്ട് ഞാൻ ഈ കഷ്ണങ്ങളാക്കി കൊള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കുക്കറൊന്ന് മൂടിയിട്ട് സ്റ്റവ് ഒന്ന് ഫ്ലെയിം ഓണാക്കിയിട്ട് ഇടുന്നുണ്ട്. ഒരു 2 വിസിലടിച്ചെങ്കിൽ ഇന്നലത്തെ അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വേവിച്ച് എടുക്കാവുന്നതാണ്. 2 വിസിലടിച്ചിട്ടുണ്ട്, എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കി നോക്കാം. കണ്ടില്ലേ, നമ്മുടെ കൊള്ളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കൊള്ളി പുഴുങ്ങുമ്പോൾ കറക്റ്റ് വേവായിട്ടാണ് കിട്ടിയത്. അതങ്ങനെ കൊള്ളി പുഴുങ്ങുമ്പോൾ ഉടഞ്ഞു പോവരുത്. പക്ഷേ ഇതൊന്നും ഉടഞ്ഞാലും നമുക്ക് ഒരു പ്രശ്നമില്ല, ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഈ സമയം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് കറക്റ്റായിട്ട് നോക്കിയെടുക്കാം. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഞാൻ കടുകും വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് ഒരു 1.5 ടീസ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഉഴുന്നൊന്ന് ചുമന്ന് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് ഞാൻ 1 ടീസ്പൂണ് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക് കീറിയതും, ഒരു മീഡിയം സൈസ് സവോള കൊത്തിയിരിഞ്ഞതും, പിന്നെ മല്ലിയുടെ ഇലയും കറിവേപ്പിൻ്റെ ഇലയും അരിഞ്ഞതും കൂടി നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാരറ്റും ഒരു ചെറിയ കാബേജ് കഷ്ണവും കൂടി അരിഞ്ഞത് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പച്ചമണം പോണ വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ വെജിറ്റബിൾസിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊള്ളിയിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലും ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കൊള്ളി ഇതൊന്ന് വാടി നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൊള്ളി ഇഷ്ടു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വെജിറ്റബിൾസ് ഇല്ലാച്ചെങ്കിലും നമുക്ക് കൊള്ളി ഇഷ്ടു സാധാ ലെവലായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ക്യാബേജും ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കളർഫുൾ ആവുകയും ചെയ്യും. നമ്മുടെ മക്കൾക്കൊക്കെ കാണുമ്പോൾ തന്നെ ഒരു യമ്മി ടേസ്റ്റ് തോന്നും. അപ്പോൾ അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്, കാണാൻ മാത്രമല്ല നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ ഇടയിൽ ക്യാബേജും ക്യാരറ്റൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇവിടെ രാവിലെ ദോശയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ദോശയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറി ഇതാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ദോശയ്ക്കായാലും ഇഡലിക്കായാലും ചപ്പാത്തിക്കായാലും ഒക്കെ നമ്മൾ സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പൊട്ടാറ്റോ കറി ഒക്കെ ഇല്ലേ. അപ്പോൾ അതേപോലെ നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് ദോശയുടെ കൂടെ ഒന്നും കഴിക്കണില്ല, ഞാൻ വെറുതെ കട്ടൻ ചായയുടെ കൂടെ ഒന്ന് കഴിക്കാൻ വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇത് കഞ്ഞിയുടെ കൂടെ ആയാലും ഊണിൻ്റെ കൂടെയൊക്കെ ആയാലും നമുക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ നമുക്ക് എടുക്കാവുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഈ ക്യാബേജും ക്യാരറ്റും ഒക്കെ അതിലിട്ട കാരണം അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നമ്മൾ സാധാരണ കൊള്ളി ഇഷ്ടു വയ്ക്കുമ്പോൾ അത് ചില കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടാവില്ല. അപ്പോൾ ഈ ക്യാരറ്റും ക്യാബേജൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ വെജിറ്റബിൾസൊക്കെ ഇഷ്ടമുള്ള മക്കളാണെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.